നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് ഏവർക്കും സ്വാഗതം. പനിയും അതിനോടനുബന്ധിച്ചുള്ള ശ്വാസകോശ ആരോഗ്യ പ്രശ്നങ്ങളും ഇപ്പോൾ നമുക്ക് സർവ്വസാധാരണമാണ്. ഈ ഒരു സാഹചര്യത്തിൽ പനിയെക്കുറിച്ചും പനിയെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും അവയെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുമാണ് ഇന്നത്തെ ഹലോ ഡോക്ടർ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ സംശയങ്ങൾക്കും വിശദമായ വിവരങ്ങൾക്കും പങ്കുവയ്ക്കുവാൻ ഹലോ ഡോക്ടറിൽ നമുക്കൊപ്പമുള്ളത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം മിഥുനാണ്. പ്രേക്ഷകർക്കും സംശയ നിവാരണത്തിനായി ഹലോ ഡോക്ടറിലേക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. നമുക്ക് ഹലോ ഡോക്ടർ ആരംഭിക്കാം. ഡോക്ടർ നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമസ്കാരം ഡോക്ടർ, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സാഹചര്യം പനിയുടെ കാലമാണെന്ന് പറയാം. പലതരത്തിലുള്ള പനികൾ, അത് പകർച്ചപ്പനികൾ, ഒരു പനി വന്നാൽ ഒരു 3-4 ദിവസത്തേക്ക് അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് നീണ്ടു നിൽക്കുന്ന പനി, ആ പനി ഒന്ന് വിട്ടുമാറിക്കഴിയുമ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമ, ശ്വാസമുട്ടൽ തുടങ്ങിയ പ്രശ്നങ്ങൾ അലട്ടുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള പനികളെ, അതുമായി ബന്ധപ്പെട്ടുള്ള ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെ ഡോക്ടർ ഒരു ആരോഗ്യ പ്രവർത്തന എന്ന നിലയിൽ താങ്കൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് വിധേനയാണ് നമുക്ക് ഈ വിഷയങ്ങളെ ഒന്ന് പരിഹരിക്കുവാൻ സാധിക്കുന്നത്? വളരെ ശരിയാണ്. കഴിഞ്ഞ ഒരു മാസമായിട്ട്, ഡിസംബർ മാസമായിട്ട് നമ്മൾ ഒരുപാട് തരം പനികളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം പനിക്ക് പല കാരണങ്ങളുണ്ട്. പനിയോടൊപ്പം വരുന്ന ശ്വാസകോശ രോഗങ്ങൾ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ടും ഈ പറയുന്ന പോലെ രോഗാണുബാധ തന്നെയാണ്. രോഗാണുബാധ എന്ന് പറയുമ്പോൾ അതിൽ പലതരം രോഗാണുക്കൾ കാരണമുള്ള പനികൾ കാണപ്പെടാറുണ്ട്. അതിൽ ബാക്ടീരിയൽ ഉണ്ടാകാം, വൈറൽ പനികൾ ഉണ്ടാകാം, ഫംഗസ് കാരണമുള്ള ചിലതരം പനികൾ ഉണ്ടാകാം. ഇങ്ങനെ പലതരം രോഗാണുക്കളും പനിക്ക് കാരണമാകാറുണ്ട്. നമ്മളിപ്പോൾ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്നത് വൈറൽ പനികൾ തന്നെയാണ്. ഈ വൈറസ് മൂലമുള്ള പനി തന്നെ പലതരമുണ്ട്. ഇതിൽ റെസ്പിറേറ്ററി സിൻസിഷ്യൽ വൈറസ്, റൈനോ വൈറസ്, ഇൻഫ്ലുവൻസ, ഇതുപോലെ തന്നെ കോവിഡും ഒരു പനിക്കൊരു കാരണം തന്നെയാണ്. കോവിഡ് നമ്മൾ മറന്നു തുടങ്ങിയെന്ന് എനിക്ക് അറിയാം, പലരും മറന്നു തുടങ്ങി. പക്ഷെ ഈ കോവിഡ് നേരത്തെ വന്നതിന്റെ ഒരു എഫക്റ്റ്, ഒരു ആഫ്റ്റർ എഫക്റ്റ്, റിപ്പിൾ എഫക്റ്റ് എന്നാണ് പറയുക. ഈ റിപ്പിൾ എഫക്റ്റ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. കോവിഡ് ഓരോ വർഷം തോറും ചെറിയ രീതിയിലുള്ള ജനിതക മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ജനിതക മാറ്റം JN.1 എന്ന ജനിതക മാറ്റമാണ്. ഇത് നമ്മൾ ഇത്ര നാളും ആർജിച്ച ഒരു രോഗപ്രതിരോധ ശേഷിയെയും ഇത്ര നാൾ നടത്തി വന്ന ഒരു വാക്സിനേഷനെയും ഭേദിക്കാൻ കെൽപ്പുള്ള ഒരു ജനിതക മാറ്റമാണ്. ഇതുമൂലം ഈ കോവിഡ് വൈറസും ഈ ഒരു കാലത്തിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അപ്പം ഈ പലതരം പനികളെ നേരിടാൻ നാം സജ്ജരായിരിക്കണം എന്നതാണ് ഒരു വസ്തുത. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പനി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ 1-2, ചിലപ്പോൾ ഒരു ആഴ്ചകൾക്ക് പുറമെ ഒരു മാസം വരെ നീണ്ടു നിൽക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. ഇത് വൈറൽ പനികളുടെ ഒരു പ്രത്യേകതയാണ്. ഇതിന് പോസ്റ്റ് വൈറൽ സിൻഡ്രോം എന്ന് പറയാറുണ്ട്. ഇത് കാരണമുള്ള പനിയും ചുമ, ശ്വാസമുട്ടലെല്ലാം ദീർഘകാലത്തേക്ക് നീണ്ടു നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു ശ്വാസകോശ വിദഗ്ധന്റെ മേൽനോട്ടത്തിലുള്ള ഒരു ചികിത്സ അനിവാര്യവുമാണ്. അതെ ഡോക്ടർ, ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പനി, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആളുകൾക്ക് ഉണ്ടാവാറുണ്ട്. അതിലെടുത്ത് പറയുകയാണെങ്കിൽ കൂടുതൽ ആളുകൾക്കും കണ്ടുവരുന്നത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളാണ്. അതായത് ചുമ, നീണ്ടു നിൽക്കുന്ന ചുമ, ശ്വാസമുട്ടൽ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ പനിക്ക് ശേഷവും വളരെ അവരുടെ ഒരു ജീവിതശൈലി, അവരുടെ ദിനചര്യകളെ പോലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ നീണ്ടു നിൽക്കാറുണ്ട്. ഈ ശ്വാസകോശ രോഗങ്ങളും പനിയും തമ്മിൽ ഏറെ ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലോ. അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു മുൻകരുതലുകൾ, എന്തെല്ലാം ശ്വാസകോശ രോഗങ്ങളാണ് പനിയെ അനുബന്ധിച്ച് വരാനുള്ളത്, അതിലൊരു മുൻകരുതലുകൾ നമുക്ക് എടുക്കാൻ പറ്റുമോ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്വാസകോശ രോഗാണുബാധ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു പനിക്ക് കാരണമാകാറുള്ളത് എന്നതാണ്. അപ്പം ഈ രോഗാണുബാധ പലപ്പോഴും ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യവും ആണ്. അപ്പം ഇതിന് ബാക്ടീരിയക്ക് കൃത്യമായ ആന്റിബയോട്ടിക് കൊടുക്കുക, വൈറസിനുള്ള ആന്റിവൈറൽ മരുന്ന് കൊടുക്കുക, അതൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രോഗാണുബാധയെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരു കാരണമാണെന്നുള്ളതാണ് ഒരു വസ്തുത. പിന്നെ എല്ലാ പനിയും ശ്വാസകോശ രോഗാണുബാധയാണ് എന്ന് തീർച്ചപ്പെടുത്താനാവില്ല. ഇവയെ കൂടാതെ, രോഗാണുബാധയെ കൂടാതെ അപൂർവമായിട്ട് വാസ്കുലൈറ്റിസ് പോലുള്ള ചില രോഗങ്ങൾ, അതായത് വാതജന്യമായ ചില രോഗങ്ങൾ, ചിലതരം ക്യാൻസറുകൾ എല്ലാം പനിയായി വരാം. പക്ഷെ കൂടുതലും ഒരു 99% നമുക്ക് രോഗാണുബാധ തന്നെയാണ് പനിയുടെ കാരണം എന്ന് പറയാം. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ശ്വാസകോശത്തിലൂടെ വായുവിലൂടെ പകരുന്ന രോഗാണുബാധ എന്ന നിലയിൽ ശ്വാസകോശത്തെ തന്നെയാണ് ഈ ഒരു രോഗാണുക്കൾ ഏറ്റവും കൂടുതൽ ബാധിക്കാറുള്ളത് എന്നതാണ് ഒരു വാസ്തവം. പിന്നെ ഇതിനോട് ഈ നമ്മുടെ ശരീരം തന്നെ ഈ രോഗാണുവിനോട് പ്രതികരിക്കുന്നത് പലപ്പോഴും ശ്വാസകോശത്തിനുള്ളിൽ നീർക്കെട്ടായി ഭവിക്കാറും അതിന്റെ ഒരു പ്രത്യാഘാതം കുറച്ച് നാളുകൾ നീണ്ടു നിൽക്കുകയും ചെയ്യാം. പല ആളുകൾക്കും 1-2 മാസത്തെ ഒരു ചികിത്സ വേണ്ടി വരിക എന്നുള്ളതും ഇപ്പോഴത്തെ കാലത്തൊരു വാസ്തവമാണ്. കൂടുതലും വൈറൽ പനികളാണ് ഈ ഒരു രീതി കണ്ടുവരുന്നത്. ഡോക്ടർ, അണുബാധകളെ കുറിച്ച് പറഞ്ഞല്ലോ. ശ്വാസകോശ അണുബാധകളാണ് ഈ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായും ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞല്ലോ. ഈ അണുബാധകൾ തടയാൻ നമുക്ക് നമ്മുടെ ജീവിതശൈലിയിൽ എന്തെങ്കിലും ശ്രദ്ധിക്കാൻ പറ്റുമോ? ദിനചര്യകളിൽ എന്തെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചാൽ ഈ അണുബാധകളുടെ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ നമുക്ക് സാധിക്കുമോ?
തീർച്ചയായിട്ടും ഇതൊരു നല്ല ചോദ്യമാണ്. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ എല്ലാവരും തന്നെ ഇതിനെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നൊരു കാര്യമാണ്. കാരണം 2019 വന്ന കോവിഡ് നമ്മളെ എല്ലാവരും ഈ ഒരു വസ്തുത വീണ്ടും വീണ്ടും പഠിപ്പിച്ച ഒരു കാര്യമാണ്. നമുക്ക് എല്ലാവർക്കും അന്ന് കോവിഡ് വന്നു കഴിഞ്ഞിട്ട് എങ്ങനെ ഒരു രോഗാണുബാധ തടയാം എന്ന് കേരളത്തിലെ ഓരോ പൗരനും കേരളമല്ല ലോകമെമ്പാടുമുള്ള ഓരോ പൗരനും വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഹാൻഡ് ഹൈജീൻ ആണ് ഏറ്റവും പ്രധാനം. നമ്മൾ സാധാരണ തെറ്റിദ്ധരിക്കുന്നത് പോലെ വായുവിലൂടെ മാത്രമല്ല ഈ രോഗാണു പകരുന്നത്, മറിച്ച് ഒരു ശ്വാസകോശ രോഗമുള്ള ഒരു രോഗി ചുമയ്ക്കുകയോ തുമ്മുകയോ ചെയ്യുമ്പോൾ അന്തരീക്ഷത്തിൽ നിന്ന് ഈ മേശപ്പുറത്തും എല്ലാം വരുന്ന ഈ ഡ്രോപ്ലെറ്റ്സ്, റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ്, അത് വേറൊരാൾ തൊടുകയും അത് പിന്നെ അയാൾ ഭക്ഷണം കഴിക്കുമ്പോഴോ മൂക്കിൽ തൊടുകയൊക്കെ ചെയ്യുമ്പോൾ ഈ രോഗാണു അയാളുടെ ശരീരത്തിൽ കയറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായ ഹാൻഡ് ഹൈജീൻ രോഗം തടയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ കോവിഡ് കാലത്ത് നമ്മൾ പറഞ്ഞിരുന്നു കോഫ് ഹൈജീൻ പാലിക്കണം എന്നുള്ളത്. ചുമയ്ക്കുമ്പോൾ ഒരു തൂവാല കൊണ്ട് വായ മൂടുക, അല്ലെങ്കിൽ കൈയുടെ ഒരു എൽബോയുടെ ഭാഗത്ത് ചേർന്ന് ചുമയ്ക്കുക, ഇതുപോലുള്ള കാര്യങ്ങൾ രോഗാണു ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരുന്നത് തടയാൻ സഹായിക്കും. പിന്നെ തിരക്കേറിയ സാഹചര്യങ്ങൾ ഒഴിവാക്കുക. കൃത്യമായി ഇതുപോലുള്ള കാലഘട്ടങ്ങളിൽ, അതായത് പനി കൂടുതലായി പടരാൻ സാധ്യതയുള്ള കാലഘട്ടങ്ങളിൽ മാസ്ക് ഉപയോഗിക്കുക. പിന്നെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരം, വെള്ളം എല്ലാം കഴിക്കുക, എക്സസൈസ് ചെയ്യുക. പിന്നെ പുകവലി പോലുള്ള ദുശീലങ്ങൾ ഒഴിവാക്കുന്നത് തീർച്ചയായിട്ടും വളരെ അഭികാമ്യമായിരിക്കും. കാരണം പുകവലി ശ്വാസകോശത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ പുകവലി ഒഴിവാക്കണം. പിന്നീട് ഇത് രോഗം പ്രതിരോധിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്സിനുകൾ എന്ന് പറയുന്നത്. നമ്മൾ കോവിഡ് കാലത്ത് കണ്ടിരുന്നു, നമ്മൾ 1, 2, 3 വാക്സിൻ വരെ എടുത്തിരുന്നു. കോവിഡിന് പുറമെ സ്പ്രെഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു 100 വർഷമായിട്ട് നേരിടുന്ന ഒരു പ്രശ്നമാണ് ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത്. ഇൻഫ്ലുവൻസ എല്ലാ വർഷവും നമ്മുടെ ഇടയിൽ ഒരു വേറെ രീതിയിലുള്ള രോഗാണു ബാധയും മരണങ്ങളും വരെ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇൻഫ്ലുവൻസ വാക്സിനും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇന്ന് 65 വയസ്സിന് മുകളിലുള്ള ശ്വാസകോശ രോഗമുള്ളവർക്കെല്ലാം ഇൻഫ്ലുവൻസ വാക്സിൻ നിർബന്ധമാണ്. പുറം രാജ്യങ്ങളിൽ പലവർക്കും 65 വയസ്സിന് താഴെ തന്നെ വാക്സിൻ കൃത്യമായി എടുത്തു വരുന്നുണ്ട്. അപ്പം ഇൻഫ്ലുവൻസ വാക്സിനേഷൻ, അതുപോലെ തന്നെ ഏറ്റവും സാധാരണയായി പടർന്നു വരുന്ന ഒരു ബാക്ടീരിയയാണ് ന്യൂമോകോക്കൽ സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. അപ്പൊ ന്യൂമോകോക്കൽ വാക്സിനും രോഗ പ്രതിരോധത്തിനായി ഉപയോഗിക്കാവുന്നതാണ്. ഡോക്ടർ, ഇപ്പോൾ നമ്മളോട് ഈ ഒരു വിഷയത്തിൽ സംശയവുമായി ഒരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. മലപ്പുറത്തു നിന്നും സലാമാണ് നമ്മളോടൊപ്പം ചേരുന്നത്. സലാം, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാർ. കേൾക്കാം, ചോദിച്ചോളൂ. നമസ്കാരം സാർ, എനിക്കൊരു 40-45 വർഷമായി ചുമ തുടങ്ങിയിട്ട്. ഹലോ. ഹലോ, കേൾക്കില്ല സാർ? ഹലോ, എന്തെങ്കിലും പറയുന്നുണ്ടോ? ഹലോ, സലാം ചോദിച്ചോളൂ. എനിക്ക് റൂമിന്റെ അകത്ത് റേഞ്ച് ഇട്ടില്ല, പുറത്തു പോന്ന ടിവിന്റെ മുന്നിൽ നിങ്ങൾ പുറത്തേക്ക് പോന്നാണ്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കുന്നുണ്ട് സാർ, കേൾക്കുന്നുണ്ട് സാർ. ഓക്കെ, സലാം ചോദിച്ചോളൂ. എന്താണ് താങ്കൾക്ക് ഡോക്ടറോട് ചോദിക്കാനുള്ളത്? എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്കൊരു 40-45 വർഷം ചുമ തുടങ്ങിയിട്ട്. ചുമ ഇപ്പൊ എത്ര വയസ്സുണ്ട്? അത് ആദ്യം എനിക്ക് ചെറിയ തൊണ്ടവേദന വരും. തൊണ്ടവേദന വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ജലദോഷമായിട്ട് വരും. ജലദോഷം കഴിഞ്ഞാൽ പിന്നെ നീണ്ട 2-3 മാസം വരെ ചുമച്ചുകൊടുക്കും. അതിന് ഞാൻ സാർ ഒരുപാട് ഡോക്ടർമാരെ സമീപിച്ചിട്ടുണ്ട്. കുറെ വലിക്കുന്നതും കുറെ മൂക്ക് വായിലടിക്കുന്ന സ്പ്രേ അടിക്കാറുണ്ട്. പിന്നെ കണ്ടമാനം ടാബ്ലറ്റ് കഴിച്ചു പോയി. എന്നിട്ട് ഇപ്പോഴും എനിക്ക് ചുമ ഉണ്ട്. ഇപ്പോഴും ചുമയുള്ള സമയം. അപ്പൊ തുടങ്ങിയിട്ട് 10-15 ദിവസമായി. ചുമ മാറാതെ നിൽക്കുകയാണല്ലേ? നീണ്ടൊരു കഫം കിട്ടാത്ത ചുമ. ഒരു കാറിൽ വരുന്ന കൊല്ല് 2 സൈഡ്, ചങ്കിന്റെ 2 സൈഡ് ഒരു കാറിൽ വരുമ്പോൾ ആ കാറുമ്പത്തിന് കുരക്കണം. എവിടെയാലും കുറച്ച് പോകണം. കുരക്കാൻ എനിക്ക് ശ്വാസങ്ങൾ കിട്ടൂല ആ സമയത്ത്. ഡോക്ടറെ കാണിച്ച് എക്സ്റേ ഒക്കെ എടുത്ത് നോക്കിയതാവുമല്ലോ അല്ലേ? എക്സ്റേ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയതായിരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ പ്രൊഫസറെ വീട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്. ശരി. ഇതിനകത്ത് മനസ്സിലാക്കേണ്ട കാര്യം പ്രധാനമായിട്ട് ഇത്ര വർഷങ്ങളോളം എക്സ്റേ എല്ലാ ECG എല്ലാം എടുത്തിട്ട് ഒരു കുഴപ്പമില്ലാറ്. എനിക്ക് ചുമട് മാറൂല. ചുമക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, സംബന്ധമായിട്ടുള്ള ചുമയാണ് ഈ ഒരു രീതി തുടർന്ന് വരാറുള്ളത്. അലർജി സംബന്ധമായിട്ടുള്ള അലർജി, ആസ്മ, പിന്നെ പുകവലിക്കാരിലുണ്ടാകുന്ന COPD എന്ന് പറയുന്നത് ഇതൊക്കെയാണ് സാധാരണ രീതിയിൽ ഇത്ര നീണ്ട കാലത്തേക്ക് കാണും പുകവലി നിർത്തിയിട്ട്. പുകവലി നിർത്തിയിട്ടല്ലേ? എന്നാലും ചിലപ്പോൾ ഈ പുകവലി നിർത്തിയാലും അത് ശ്വാസകോശത്തിൽ ഏൽപ്പിക്കുന്ന കേടുകൾ ചിലപ്പോൾ മാറാതിരിക്കാറുണ്ട്. ഇത് മാത്രമല്ല, അലർജി സംബന്ധമായിട്ടുള്ള ആസ്മ പോലുള്ള രോഗങ്ങൾ ഇതുപോലെ ദീർഘകാലത്തേക്ക് ചുമയായിട്ട് നിൽക്കുക. ഇത് പേടിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമല്ല. ഇതിന് കൃത്യമായിട്ടുള്ള രീതിയിൽ ചികിത്സ എടുക്കുക. എക്സ്റേ ഇടയ്ക്കിടയ്ക്ക് നോക്കേണ്ടതായിട്ട് വരും. പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതനുസരിച്ച് ഇൻഹേലറിൽ മാറ്റം വരുത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചുമ നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്നതാണ്. കൃത്യമായിട്ടുള്ള ഡോക്ടറെ കാണിച്ച് ഡോക്ടറിന്റെ നിരീക്ഷണത്തിലുള്ള ഒരു ചികിത്സയിലൂടെ ഇത് നിയന്ത്രണത്തിൽ കൊണ്ടുവരാവുന്നതേ ഉള്ളൂ.
എന്നാലും മനസ്സിലായെന്ന് ഭയങ്കര വിശ്വസിക്കുന്നു. ഇത് ബുദ്ധിമുട്ടുള്ള ചില രോഗമാണ്. കാലാവസ്ഥകളിൽ രോഗാണുബാധകൾ വരുമ്പോൾ ഇത് കൂടാനും ആ സമയത്ത് ചില പ്രത്യേക ചികിത്സകളുടെ ആവശ്യവും വേണ്ടി വരാറുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ശ്വാസകോശ രോഗമുള്ളവർക്ക് ഇതുപോലുള്ള രോഗാണുബാധ സാധാരണക്കാരെക്കാൾ കൂടുതലായി ബാധിക്കാനുള്ള ഇതുണ്ട്, സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് പ്രത്യേക ചികിത്സയിലൂടെ അത് നിയന്ത്രിക്കാവുന്നതാണ്. ശരി. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഹലോ, മനസ്സിലായല്ലോ അല്ലേ? അല്ല സാർ, എന്തെങ്കിലും ആരെങ്കിലും കാണിക്കേണ്ടി? ഞാൻ കോഴിക്കോട് കോളേജിലെ എല്ലാ പ്രൊഫസർമാരെയും വീട്ടിലെ പോയി ചികിത്സ തേടി. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രൊഫസർമാരെ തന്നെ കാണിച്ചാൽ മതിയാവുമല്ലോ. അവരെല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടർമാരാണ്. അവരുടെ അടുത്ത് കാണിച്ചിട്ട് ഈ ഒരു പ്രശ്നം പറയൂ, കുറയുന്നില്ല എന്നുള്ള കാര്യം പറയും. അപ്പൊ അതിന് മരുന്നുകളിൽ വേണ്ട രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ നിയന്ത്രിക്കാവുന്നതാണ്. ഹലോ ഡോക്ടറിലേക്ക് തിരികെ എത്താം. ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ തണുപ്പ് കാലത്ത്, പ്രത്യേകിച്ചും പനിക്കാലത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഡോക്ടർ നമ്മളോടൊപ്പമുണ്ട്. ഡോക്ടർ, നമ്മൾ പറഞ്ഞത് പനിയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ശ്വാസകോശ പ്രശ്നങ്ങളെക്കുറിച്ചാണ് കൂടുതലായിട്ട് ഇതുവരെ സംസാരിച്ചത്. ഇപ്പോൾ തന്നെ ഈ തണുപ്പ് കാലത്ത്, പ്രത്യേകിച്ചും പനിയുമായി ബന്ധപ്പെട്ടല്ലാതെ ശ്വാസകോശ സംബന്ധമായ ആരോഗ്യ പ്രശ്നങ്ങൾ പലപ്പോഴും പലരിലും കണ്ടുവരാറുണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ ഒഴിവാക്കാം? അത് ഉണ്ടാവാതിരിക്കാൻ എടുക്കേണ്ട കരുതലുകൾ എന്തൊക്കെയാണ്? തണുപ്പ് കാലത്ത് പനിയോടനുബന്ധിച്ച് അല്ലാതെ വരുന്ന ശ്വാസകോശ പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആസ്മ എന്ന രോഗം ഒരുപാട് കൂടാൻ സാധ്യതയുള്ള ഒരു കാലമാണ് ഈ തണുപ്പ് കാലം. ആസ്മ എന്ന് പറഞ്ഞ രോഗത്തിനൊരു പ്രിസിപ്പിറ്റേറ്റിംഗ് ഫാക്ടർ തന്നെയാണ്. അപ്പം ഒരു ആസ്മ മൂർച്ഛിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് രോഗി എത്തപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തണുപ്പ് കാലത്ത് ആസ്മ രോഗികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അവർ ഇൻഹേലർ കൃത്യമായി എടുക്കാൻ ശ്രദ്ധിക്കണം. ശ്വാസമുട്ടൽ കൂടുന്നതായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഇൻഹേലറിന്റെ ഡോസ് ഡബിൾ ചെയ്യാനാണ് പറയാറുള്ളത്. രാവിലെയും വൈകിട്ടും ഈ 2 പഫ് വീതം എടുക്കാൻ പറയാറുണ്ട്. അങ്ങനെയുള്ളതും പിന്നെ നിയന്ത്രണത്തിലല്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ സമീപിച്ച് കുറച്ചു കാലത്തേക്ക് ഗുളികകളും കൂടെ കഴിക്കുന്നത് ആവശ്യമായിരിക്കും. ആസ്മ പോലെ തന്നെ COPD എന്ന് പറഞ്ഞൊരു രോഗാവസ്ഥയുണ്ട്. ഇതും ചില സാഹചര്യങ്ങളിൽ തണുപ്പ് കാരണം കൂടാൻ സാധ്യതയുണ്ട്. പിന്നെ തീർച്ചയായിട്ടും രോഗാണുബാധകളെല്ലാം തണുപ്പ് കാലത്ത്, ഈ ഒരു ഡ്രൈ തണുപ്പ്, ഒരു ഉണങ്ങിയ ഒരു കാലാവസ്ഥയിൽ വൈറസിന്റെ സ്പ്രെഡ് കൂടുതലായിട്ട് കാണാറുണ്ട്. വൈറസിന് ജനിതക മാറ്റം കൂടുതലായി സംഭവിക്കുന്നത് കാണാറുണ്ട്. പിന്നെ തണുപ്പ് കാലം വെക്കേഷൻ സമയമാണ്, എല്ലാവരും ഒരുപാട് യാത്ര ചെയ്യുന്ന സമയമാണ്, ഒത്തുകൂടുന്ന സമയമാണ്. ഇതെല്ലാം രോഗാണുബാധകളുടെ സ്പ്രെഡ് കൂടാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ രോഗാണുബാധകളുടെ സ്പ്രെഡ് കൂടിയാൽ തീർച്ചയായിട്ടും ഈ ആസ്മ, COPD പോലുള്ള രോഗങ്ങൾ കൂടാനുള്ള സാധ്യതയുണ്ട്. ഇതെല്ലാം തണുപ്പ് കാലത്ത് നാം ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ കൂടാൻ പ്രതീക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ മറ്റൊരു പ്രേക്ഷകൻ നമ്മളോടൊപ്പം ചേരുകയാണ്, കണ്ണൂരിൽ നിന്നും മണി. മണി, ഡോക്ടറോട് ചോദിച്ചോളൂ, എന്താണ് താങ്കളുടെ സംശയമെന്ന്. ഹലോ. ഹലോ, എനിക്ക് കേൾക്കാം. നമസ്കാരം. ഹലോ, പറഞ്ഞോളൂ. സാറേ, ഒരു കൊറോണ വന്നിട്ട് മൂക്കിന് പഠിച്ചോ? കൊറോണ വന്നിട്ട് മൂക്കിന് വ്യക്തമായില്ല. കൊറോണ മൂക്കിന് പഠിച്ചോളൂ. ഹലോ മണി, TV-യിൽ ശ്രദ്ധിക്കാതെ ഡോക്ടറോട് ചോദിക്കൂ. ഡോക്ടർ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടി ചോദ്യം വ്യക്തമാക്കൂ. കൊറോണ വന്നിട്ട് മൂക്കിന് പഠിച്ചോളൂ. കൊറോണ വന്നിട്ട് എനിക്ക് ചോദ്യം ക്ലിയർ ആയില്ല. കൊറോണ വന്നിട്ട് ഓക്കെ ഡോക്ടർ, കോള് കട്ടായിട്ടുണ്ട്. എനിക്കൊന്നുകൊണ്ട് റേഞ്ചിൻ്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. കോവിഡുമായി ബന്ധപ്പെട്ട് എന്തൊരു പ്രശ്നമായിരുന്നു അദ്ദേഹത്തിന് ചോദിക്കാനുള്ളത്. നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ ഈ ഒരു തണുപ്പ് കാലവും ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളും പനിയും ഇതെല്ലാം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് കുട്ടികളെയും പ്രായമായവരെയുമാണ്. പ്രത്യേകിച്ചും വെക്കേഷൻ ടൈമിൽ ഒരു യാത്രകളൊക്കെ കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലേക്ക് വീണ്ടും തിരിച്ചു പോകാൻ തുടങ്ങുന്നു. ആ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ കുട്ടികളിൽ പകരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പ്രായമായവരിലും ഈ ഒരു തണുപ്പ് കാലത്ത് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ഒരു കരുതലെടുക്കേണ്ടത്? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഡോക്ടറിന് എന്താണ് വിശദമാക്കാനുള്ളത്? വളരെ ശരിയായിട്ടുള്ളൊരു ചോദ്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തണുപ്പ് കാലത്ത് വരുന്ന ഈ രോഗങ്ങൾ പോലെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മിക്ക രോഗങ്ങളും എക്സ്ട്രീംസ് ഓഫ് ഏജ്, അതായത് പ്രായത്തിന്റെ അങ്ങേയറ്റത്തും ഇങ്ങേയറ്റത്തുമാണ് കൂടുതലായി കാണാറുള്ളത്. അത് ചെറിയ കുട്ടികളിലും കൂടുതലായി കാണാറുണ്ട്, ഒരുപാട് പ്രായമായവരിലും കൂടാറുണ്ട്. പ്രധാനമായും ഇത് ഈ രോഗപ്രതിരോധ ശേഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചെറിയ കുട്ടികളിലും പ്രായമായവരിലുമുള്ള രോഗപ്രതിരോധ ശേഷി കുറവായതിനാൽ ഇവരിൽ ഇൻഫെക്ഷൻ പെട്ടെന്ന് പിടിപെടാനും കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനുമുള്ള സാധ്യതകളാണ്. ഇത് കൂടാതെ മറ്റു ചില രോഗങ്ങളുള്ളവർക്കും ഈ ശ്വാസകോശ രോഗങ്ങൾ കൂടുതൽ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലേക്ക് പോകാനും പെട്ടെന്ന് പിടിപെടാനും സാധ്യതയുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഡയബറ്റീസ് എന്ന് പറഞ്ഞ രോഗമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും സർവ്വസാധാരണമായ ഒരു രോഗമാണ് ഡയബറ്റീസ്, പ്രമേഹം എന്ന് പറയുന്നത്. പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും ശ്വാസകോശ രോഗം വരാതിരിക്കാനും രോഗമുള്ളവരുടെ അടുത്ത് പോകാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇത് കൂടാതെ കരൾ സംബന്ധമായ രോഗമുള്ളവർ, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.
ഇമ്മ്യൂണിറ്റി കുറവുള്ളവർ, രോഗപ്രതിരോധ ശേഷി കുറവുള്ളവർ, ചില സാഹചര്യങ്ങളിൽ ഇപ്പൊ ട്രാൻസ്പ്ലാന്റ് ചെയ്ത രോഗികൾ, ഇപ്പൊ കിഡ്നി ട്രാൻസ്പ്ലാന്റ് പോലുള്ള രോഗികൾക്ക് ചില മരുന്നുകൾ കൊടുക്കുന്ന കാരണം രോഗപ്രതിരോധ ശേഷി കുറഞ്ഞിരിക്കാറുണ്ട് കുറച്ചു കാലത്തേക്ക്. അപ്പം ഈ സാഹചര്യത്തിലുള്ളവർ തീർച്ചയായിട്ടും രോഗം പിടിപെടാതെ ശ്രദ്ധിക്കണം. പിന്നെ HIV രോഗബാധിതർ, ക്യാൻസർ രോഗികൾ എല്ലാം രോഗം പിടിപെടാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നീട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആസ്മ COPD രോഗമുള്ളവർക്ക് ശ്വാസകോശ അണുബാധ എപ്പോഴും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആസ്മ COPD രോഗമുള്ളവർ രോഗം പിടിപെടാതെ ശ്രദ്ധിക്കണം. പുകവലിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുകവലി തീർച്ചയായിട്ടും ശ്വാസകോശത്തിന്റെ രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും. മദ്യപിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരുപാട് വണ്ണമുള്ളവരും ശ്വാസകോശ രോഗം പിടിപെടാതെ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. വണ്ണമുള്ളവരിൽ ശ്വാസകോശ രോഗങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകൻ ചേരുകയാണ്, കരുനാഗപ്പള്ളിയിൽ നിന്നും സുരേഷ്. സുരേഷ് ചോദിച്ചോളൂ, എന്താണ് താങ്കളുടെ സംശയമെന്ന്. ഡോക്ടറെ, ഹലോ. നമസ്കാരം. 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 പറഞ്ഞോളൂ ഡോക്ടർ. ഞാൻ എന്റെ മോന് വേണ്ടിയാണ് ചോദിക്കുന്നത്. 6 വയസ്സുള്ള. ചോദിച്ചോളൂ. അവനാണെങ്കിൽ ഇതുപോലെ അലർജി ഉണ്ട്. അപ്പം ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞ് 6 വയസ്സ് വരെ ഇത് ഉണ്ടാവും. അപ്പൊ ഒരു സ്പ്രേ കൊടുത്തിട്ടുണ്ട് മൂക്കിലടിക്കാൻ വേണ്ടി. ഓ, ഇത് മാറുമെന്നാണ് ഡോക്ടർ പറഞ്ഞേക്കുന്നത്. പക്ഷെ അവൻ ഇപ്പോഴും ഉറങ്ങിക്കിടക്കുമ്പം ഇതുപോലെ പിന്നെ ഈ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഉറങ്ങിക്കഴിയുമ്പോഴാണ് ഇത് ബുദ്ധിമുട്ട് കാണിക്കുന്നത്. നെഞ്ചിൽ നിന്ന് വിസിലടിക്കുന്ന പോലെ ഒരു ശബ്ദം അങ്ങനെ കേൾക്കാറുണ്ടോ? ഉണ്ട്. വിസിലടിക്കുന്ന ശബ്ദം എന്ന് പറയുന്നത് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഈ നമ്മൾ അടുത്ത് കിടക്കുന്നവരെയൊക്കെ ഇവൻ കാലുകൊണ്ട് ചവിട്ടുകയൊക്കെ ചെയ്യും. നമുക്കിത് വ്യക്തമായ ഒരു പരിശോധന ആവശ്യമാണ് ഒന്നാമത്. കാരണം ഈ മൂക്കൊലിപ്പ് മാത്രമാണോ അതോ ഈ മൂക്കൊലിപ്പിനോടൊപ്പം അലർജിയോടൊപ്പം തന്നെ വരാവുന്ന ഒരു അസുഖമാണ് ആസ്മ എന്ന് പറയുന്നത്. ആസ്മ ഇതുപോലുള്ള ആളുകളിൽ കൂടുതലായി കാണാറുണ്ട്. അപ്പം ആസ്മ രോഗം ഉണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് ആസ്മ രോഗം ഉണ്ടെങ്കിൽ അതിന് ഇൻഹേലർ ചികിത്സ പ്രധാനമാണ്. പിന്നെ മൂക്കൊലിപ്പ് മാത്രമാണെന്നുണ്ടെങ്കിൽ ENT വിദഗ്ധനെ കാണിച്ച് ENT പരിശോധന ചെയ്ത് നോക്കേണ്ടതാണ്. അഡിനോയിഡ് ടോൺസിൽ പോലുള്ള ഗ്രന്ഥികളുടെ എന്തെങ്കിലും വീക്കം അല്ലെങ്കിൽ മൂക്കിന്റെ അകത്ത് പോളിപ്പ് അതുപോലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്യുന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം ഇൻഹേലർ വേണോ വേണ്ടേ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം. പിന്നെ സാധാരണ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാധാരണഗതിയിൽ ഒരു പ്രായമാകുമ്പോൾ ഇത് മാറാറുണ്ട്. ചെറുപ്പത്തിൽ മാത്രം കണ്ട ഒരു 10 വയസ്സൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ മാറുന്ന ഒരു പ്രവണത ഒരുപാട് പേരിൽ കാണാറുണ്ട്. ഇതിലൊരു 100% ഉറപ്പ് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷെ എന്നാലും മാറും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമുക്ക് ചികിത്സിക്കാവുന്നതാണ്. മാറാനുള്ള സാധ്യതയുണ്ട്. എന്നിരുന്നാലും നെയ്സൽ സ്പ്രേ, ഇൻഹേലർ പോലുള്ള മരുന്നുകൾ തീർച്ചയായിട്ടും ഒരു പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നതല്ല. ഇതിന് ലോക്കൽ ആക്ഷനാണ് കൂടുതലും ഉള്ളത്. നെയ്സൽ സ്പ്രേക്ക് മൂക്കിലുള്ള ആക്ഷനും ഉള്ളൂ. പിന്നെ ഇൻഹേലറിന് ശ്വാസകോശത്തിലുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ. ഇതിന് പുറമെ പോകുന്ന ഒരു മരുന്ന് അല്ലാത്തത് കൊണ്ട് തന്നെ പാർശ്വഫലങ്ങൾ ഏറ്റവും കുറഞ്ഞ മരുന്നായിട്ട് തന്നെ നമുക്ക് നെയ്സൽ സ്പ്രേയും ഇൻഹേലറിനെ കരുതാം. അതുകൊണ്ട് ഒരു കാരണവശാലും പേടിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഡോക്ടർ പറയുന്ന രീതിയിൽ കൃത്യമായിട്ട് ചികിത്സ എടുക്കുക. ഇത് ഒരുപാട് കാലത്തേക്ക് വർഷങ്ങളോളം വിട്ടുമാറി നിൽക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. ആ ഒരു ശുഭാപ്തി വിശ്വാസത്തോടെ ചികിത്സിക്കുന്നത് തന്നെയാവും നല്ലത്. ഉത്തരം വ്യക്തമായി എന്ന് വിശ്വസിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? ഓക്കെ, അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടിയെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഡോക്ടർ, നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് വരികയാണെങ്കിൽ, നമ്മൾ പറഞ്ഞു നിർത്തിയത്, പ്രേക്ഷകന്റെ ചോദ്യത്തിന് മുമ്പ് നമ്മൾ പറഞ്ഞു നിർത്തിയത് ഈ ഒരു സമയത്ത് ശ്രദ്ധിക്കേണ്ട ആളുകളെ കുറിച്ചായിരുന്നു. അതിൽ താങ്കൾ പറഞ്ഞ ഒരു കാര്യം, തടിയുള്ളവർക്ക്, അതായത് അമിതവണ്ണമുള്ളവർക്ക് ഈ ഒരു സമയത്ത് കൂടുതൽ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് താങ്കൾ പറഞ്ഞു. ഈ ഒരു വിഷയത്തിൽ നമുക്ക് നമ്മുടെ ജീവിതശൈലിയുമായിട്ട് കൂടി ഒന്ന് കണക്ട് ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും ഇങ്ങനൊരു സാഹചര്യത്തിൽ എക്സസൈസുകൾ നമ്മുടെ ജീവിതത്തെ ഇത്തരത്തിലുള്ള ശ്വാസം മുട്ടലുകൾ അല്ലെങ്കിൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളിൽ നിന്നും ഒഴിവാക്കുവാൻ നമ്മുടെ ജീവിതശൈലി ഒന്ന് ക്രമപ്പെടുത്തുന്നത് നന്നായിരിക്കില്ലേ? ആ ഒരു വിഷയത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും എക്സസൈസ് ഇന്ന് ശ്വാസകോശ രോഗങ്ങളുടെ ചികിത്സയിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അമിതവണ്ണം ആസ്മ COPD പോലുള്ള രോഗങ്ങൾക്ക് വലിയൊരു വിനയാണ്. അമിതവണ്ണമുള്ളവരിൽ ആസ്മ ചികിത്സിക്കുക എന്നുള്ളത് പറയുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അമിതവണ്ണം ഒരുപാട് ആസ്മ COPDക്ക് പുറമെ ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞ ഒരു വലിയൊരു രോഗാവസ്ഥ തന്നെ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. കൂർക്കമ്പലി പോലുള്ള രോഗങ്ങൾ ഇത് മറ്റു പല അവയവങ്ങളെയും ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ ഒരു വസ്തുത. കാരണം ഇത് ശ്വാസകോശത്തിൽ ഓക്സിജൻ എത്തിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുന്നതിലൂടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലേക്കുമുള്ള ഓക്സിജന്റെ സപ്ലൈ കുറയ്ക്കുകയും അത് കാരണം ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നു. അതിന് ഇതുപോലുള്ള രോഗങ്ങൾ കണ്ടുപിടിച്ച് ചികിത്സിക്കുന്നത് വളരെ പ്രധാനമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എക്സസൈസിന് ശ്വാസകോശ രോഗ ചികിത്സയിൽ ഒരുപാട് പ്രാധാന്യമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ COPD പോലുള്ള പല ശ്വാസമുട്ടൽ സംബന്ധമായിട്ടുള്ള രോഗമുള്ളവർ പൊതുവെ എക്സസൈസ് ചെയ്യാൻ ഒരുപാട് മടി കാണിക്കാറുണ്ട്. എക്സസൈസ് ചെയ്യാനുള്ള ഈ മടി കാരണം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരുടെ മസിലുകളുടെ പ്രവർത്തനം വളരെയധികം കുറഞ്ഞു പോകുന്നതായിട്ട് കാണാം. മസിലിന്റെ പ്രവർത്തനം കുറഞ്ഞു പോയി കഴിഞ്ഞാൽ ഇത് ശ്വാസമുട്ടൽ കൂടാനുള്ള
മറ്റൊരു പ്രധാനപ്പെട്ട കാരണവുമായി ഭവിക്കാറുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പൾമണറി റീഹാബിലിറ്റേഷൻ അഥവാ റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമുകൾ ശ്വാസകോശ രോഗ ചികിത്സയിൽ ഇന്ന് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു കാര്യമാണ്. അത് തീർച്ചയായിട്ടും എല്ലാ ആശുപത്രികളും തന്നെ ഇന്ന് നടത്തി വരുന്നു. ഓക്കെ ഡോക്ടർ, നമ്മൾ മറ്റൊരു ചോദ്യത്തിലേക്ക് സമയം അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു അവസാന ചോദ്യത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ ശ്വാസകോശ സംബന്ധമായ അണുബാധയ്ക്ക് ആന്റിബയോട്ടിക് എത്രത്തോളം ഫലപ്രദമാണ്? അത്തരത്തിലുള്ള ചികിത്സാ മാർഗങ്ങൾ നമ്മൾക്ക് ഒരു കരുതലാവുന്നുണ്ടോ? ഇത് തീർച്ചയായിട്ടും ചോദിക്കേണ്ട ഒരു ചോദ്യമായിട്ട് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആന്റിബയോട്ടിക്കുകൾ ഇന്ന് ഒരുപാട് മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു മരുന്നാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തൊരു പനി വന്നാലും അത് അടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയി അല്ലെങ്കിൽ സ്വയം ചികിത്സ, പലവരും ആന്റിബയോട്ടിക് ഇന്ന് വീട്ടിൽ സ്റ്റോക്ക് ചെയ്ത് വെക്കുന്ന ഒരു പ്രവണത തന്നെ കാണാറുണ്ട്. പലവരും എന്തൊരു പനി വന്നു കഴിഞ്ഞാൽ ഒരു ആന്റിബയോട്ടിക് കഴിക്കാതെ അതിനൊരു ചികിത്സയാവില്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ചാൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ഇന്ന് കാണുന്ന ഒരുപാട് പനികളും ബാക്ടീരിയൽ പനികളല്ല. ആന്റിബയോട്ടിക് എന്ന് പറയുന്നത് ബാക്ടീരിയ എന്ന് പറഞ്ഞ രോഗാണുവിനെതിരെയുള്ള ഒരു കെമിക്കൽ മാത്രമാണ്. വൈറൽ പനികൾക്ക് ആന്റിബയോട്ടിക് ഒരു രീതിയിലും ഒരു ഗുണവും ചെയ്യുന്നതല്ല. അതുകൊണ്ട് ഒരു വൈറൽ പനിക്ക് ആന്റിബയോട്ടിക് കഴിക്കുന്നത് കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു വസ്തുത. പിന്നെ ഒരു വൈറൽ പനിയിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ ആന്റിബയോട്ടിക് ചില സാഹചര്യങ്ങളിൽ വേണ്ടി വന്നേക്കാം. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ വൈറൽ പനികളും ആളുടെ ഒരു രോഗപ്രതിരോധ ശേഷി ഒരു തെല്ലൊന്ന് കുറയ്ക്കുന്നത് കാരണം ചിലവർക്ക് സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് വരും. അങ്ങനെ സെക്കൻഡറി ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിന്റെ ലക്ഷണം ഉണ്ടെങ്കിൽ മാത്രമാണ് ആന്റിബയോട്ടിക്കുകൾക്ക് റോൾ ഉള്ളത്. പിന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ ആന്റിബയോട്ടിക്കും എല്ലാ ബാക്ടീരിയക്കെതിരെയും ഫലപ്രദമല്ല എന്ന കാര്യമാണ്. അത് ഒരു കഫം അല്ലെങ്കിൽ രക്തം കൾച്ചർ ചെയ്തിട്ട് അതനുസരിച്ചാണ് പലപ്പോഴും ഡോക്ടർ ആന്റിബയോട്ടിക് നിർദ്ദേശിക്കാറുള്ളത്. അല്ലെങ്കിൽ രോഗലക്ഷണങ്ങൾ വെച്ച് ഏതാണ് ഏറ്റവും സാധ്യതയുള്ള രോഗാണു എന്ന രീതിയിൽ ഒരു കണക്കുകൂട്ടലിലൂടെയാണ് ആന്റിബയോട്ടിക് കഴിക്കാറുള്ളത്. അതുകൊണ്ട് ഏതൊരു പനി വന്നാലും ഏത് ആന്റിബയോട്ടിക് വേണമെങ്കിലും കഴിക്കാം എന്നുള്ളൊരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രവണത തെറ്റായ ഒരു പ്രവണതയാണ്. ഇത് തീർച്ചയായിട്ടും കുറയ്ക്കേണ്ട ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് ഭാവിയിൽ ഒരുപാട് ദോഷവും ചെയ്യാം എന്നുള്ളതാണ് വേറൊരു വസ്തുത. ഇത് സമൂഹത്തിലെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ വർദ്ധിപ്പിക്കാനും ഭാവിയിൽ ഈ ആന്റിബയോട്ടിക് കൊണ്ട് പ്രയോജനമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാനും വരെ സാധ്യതയുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ദയവായി ആന്റിബയോട്ടിക് അനാവശ്യമായി കഴിക്കുന്നത് എല്ലാവരും കുറയ്ക്കുക. തീർച്ചയായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശത്തോടെ മാത്രം കൃത്യമായ ആന്റിബയോട്ടിക് കഴിക്കുക എന്നുള്ളത് എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. താങ്ക് യു ഡോക്ടർ. എന്തായാലും വളരെ വിശദമായി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും താങ്കൾ ഞങ്ങളോട് പങ്കുവെച്ചു. വളരെയധികം സന്തോഷം. ഹലോ ഡോക്ടറിൻ്റെ ഇന്നത്തെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. പനിയും ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് അറിയേണ്ട എല്ലാ വിവരങ്ങളും നമ്മളോട് പങ്കുവെച്ചത് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലെ പൾമണറി മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ എം മിഥുനാണ്. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു.